ആസിഫ് അലി നമുക്കറിയാം ആസിഫ് അലി വ്യത്യസ്തമായ റോളുകൾ കൊണ്ടാണ് ആസിഫ് അലി ഞെട്ടിക്കുന്നത്. അതേ ഒരു മാസ് ഹീറോ അല്ല, നമുക്കറിയാം സാധാരണക്കാരുടെ ലൈഫ്, പല സിറ്റുവേഷനിലുള്ള സാധാരണക്കാരുടെ ലൈഫ് അവതരിപ്പിക്കുന്ന ഒരു താരമാണ് ആസിഫ് അലി. അപ്പോൾ ആസിഫ് അലിയിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നതിനുള്ള അതിന് വളരെ കൂടുതലായിട്ടുള്ള ഒരു ആസിഫ് അലിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞൊരു സിനിമയാണ് സർക്കിട്ട്. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി പുറത്താണ് ഷൂട്ട് ചെയ്തത്. വളരെ ഓതൻറ്റിക് ആയിട്ട് ആ നാട്ടിലെന്താ നടക്കുന്ന മലയാളികൾക്ക് നടക്കുന്നതും അവരുടെ ഇടയിലുള്ള റിലേഷനും എല്ലാം നല്ല രസകരമായിട്ട് സിനിമ പറഞ്ഞു വിട്ടത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ അഭിനയിച്ച ഈ ഒരു കുട്ടിയുടെ കഥയുമായിട്ട് ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ കുട്ടിയായിട്ട് അഭിനയിച്ച ഓർഹൻ എന്ന ക്യാരക്ടർ അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആസിഫ് അലി നമുക്കറിയാം ഇമോഷണലി നമുക്ക് നന്നായിട്ട് കൺവേ ആവുന്ന ഒരു താരമാണ് ആസിഫ് അലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ സ്ക്രീൻ സ്പേസ് ചെയ്തിട്ട് ആ ഇമോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു വർക്കാണ്. അത് ആ കുട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇമോഷണലി നന്നായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ഫാമിലി ഡ്രാമയായിട്ട് സിനിമ വന്നിട്ടുണ്ട്. പിന്നെ ഗോവിന്ദ് വസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഈ സിനിമ നന്നായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട രീതിയിൽ. അതുപോലെ സംഗീത് പ്രതാപാണ് എഡിറ്റിംഗ്. എല്ലാ മേഖലയിലും ടെക്നിക്കൽ മേഖലയിലും കഥാപരമായും അഭിനയപരമായും മികച്ചു നിൽക്കുന്ന ഒരു സിനിമാനുഭവമാണ് സർക്കിട്ട്. നടക്കുന്ന ഒരു കഥ വളരെ രസകരം എന്ന് പറയാൻ പറ്റില്ല, വളരെ ഇമോഷണലി ടച്ചിങ് ആയിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആസിഫ് അലി ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, അതായത് അഭിനയ പ്രാധാന്യം നോക്കുന്ന കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന ആസിഫ് അലി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ മുന്നിലാണ്. അക്കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ട ഒരു റോളാണ് സർക്കിട്ടിലെ ഈ റോളും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആസിഫ് അലി ഇഷ്ടപ്പെടുന്നവർക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലി മൂവി ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് സർക്കിട്ട് എന്ന മൂവി. വളരെ ഇഷ്ടപ്പെട്ടു. അവസാനത്തെ മൂമെന്റിലാണ് ഞാൻ ആസിഫായും എല്ലാവരും നല്ല കിടിലനായിരുന്നു. എത്ര പറയുള്ളൂ. എന്റെ അഭിനയം നല്ലായിരുന്നു. ആസിഫയുടെ പോലെ തന്നെ അങ്ങനെ എല്ലാം ഇഷ്ടമായിരുന്നു. അവസാനം ഈ പല്ലാണ് പറിച്ചോളത്. അടിപൊളി. എല്ലാം നേരിട്ട് ഒരുമിച്ചിരുന്ന് കാണുമ്പോഴല്ലേ എന്റെ രസമാണ്. എല്ലാവർക്കും അത് ഇമോഷൻസ് ഒക്കെ കണക്ട് ആവുണ്ടെന്ന് പറയുന്നത് എല്ലാവരുടെ കണ്ണൊക്കെ നിറഞ്ഞ് കിട്ടുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്ന എല്ലാ പാരന്റ്സും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അല്ലേ. ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണണം. കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴായിരിക്കും ആ ഇമോഷൻ എല്ലാവർക്കും ഒരുപോലെ കിട്ടുക. നോക്കാം, എല്ലാവരും കാണട്ടെ. എന്തായാലും ആദ്യത്തെ ഷോ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരുപാട് സന്തോഷം, ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടിയതിൽ. ബാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അബുദാബിയാണോ ഇത്? ഷാർജ, റാസൽ ഖൈമ, ഫുജേറ, കോർഫുഖാൻ, അങ്ങനെ തന്നെ പുറത്തൊക്കെ ഇറങ്ങും. എല്ലാവരും